നമസ്കാരം. നമ്മൾ ഇന്ന് 4ാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിലെ കുറച്ചു ഭാഗങ്ങളാ നോക്കുന്നത്. ഓ, 4ാം ക്ലാസ്സിലെയോ? അതെ, ഒരു ഗ്രാമത്തെക്കുറിച്ചുള്ള വിവരണമാണ് ഇതിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഭാഷാപരമായ കാര്യങ്ങളും. നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ? തീർച്ചയായും. എങ്ങനെയാണ് ഈ പാഠഭാഗങ്ങൾ ഭാഷ പഠിക്കാൻ സഹായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ശരി. അപ്പോ ആദ്യത്തെ ഭാഗത്ത് ഒരു ഗ്രാമത്തെക്കുറിച്ചുള്ള വിവരണമാണ്. വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ തുടക്കം തന്നെ എന്റെ ഗ്രാമം മനോഹരമായിരുന്നു എന്നാണല്ലോ. അതെ. കാനത്ത് കരിയത്തി ജമീലത്തൻ. അവിടെ ധാരാളം വീടുകളുണ്ടായിരുന്നു. ബുയൂത്തുൻ കസീറത്തുൻ. പിന്നെ വലിയ പൂന്തോട്ടങ്ങൾ. ഹദായിക്കു വാസിയത്തുൻ. ശുദ്ധജല അരുവികളും കിണറുകളുമൊക്കെയുണ്ട്. അതെ. ജദാവിലുൻ നദീഫത്തുൻ. ആബാരുൻ നിക്കീയത്തുൻ. ഗ്രാമത്തിന്റെ നടുവിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. അതിൽ നിന്ന് മൃഗങ്ങളും പക്ഷികളും അൽ ഹേവാനാത്തുവ തുയൂറു വെള്ളം കുടിക്കുന്നു. ശരിയാണ്. പിന്നെ നദീതീരത്ത് മരങ്ങളും ചെടികളും പൂക്കളുമൊക്കെയുണ്ട്. വൈകുന്നേരം ആളുകൾ അവിടെ വിശ്രമിക്കുന്നു. ഒരു നാട്ടിൻ പുറത്തെക്കുറിച്ചുള്ള നല്ലൊരു ചിത്രം കിട്ടുന്നുണ്ടല്ലേ? തീർച്ചയായും. കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാഹചര്യം. ഈ ഭാഗത്ത് ജദാവിൽ ബുയൂത്ത് പോലുള്ള വാക്കുകൾ അവരൊന്ന് എടുത്തു കാണിച്ചിട്ടുമുണ്ട്. അത് ശ്രദ്ധിച്ചു. പുതിയ വാക്കുകൾ പരിചയപ്പെടുത്തുകയാണ്. വെറുതെ ലിസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു വിവരണത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുമ്പോൾ അത് ഓർമ്മയിൽ നിൽക്കാൻ എളുപ്പമാണ്. ശരിയാണ്. ഇനി ഈ പഠിച്ച വാക്കുകൾ അത് ഉറപ്പിക്കാനായിട്ട് അടുത്ത പേജിൽ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. വാക്കുകളുടെ ഏകവചനവും അൽ മുഫ്രദ്, പിന്നെ ബഹുവചനവും അൽ ജം. അതാണതിലുള്ളത്. അത് കണ്ടു. ജദുവൽ എന്നതിന്റെ ബഹുവചനം ജദാവിൽ. നേരത്തെ വിവരണത്തിൽ കണ്ട വാക്ക്. അതെ. അതുപോലെ ബെയ്ത്ത് വീട്, അതിന്റെ ബഹുവചനം ബുയൂത്ത്. ഹദീഖ പൂന്തോട്ടം, അതിന്റെ ബഹുവചനം ഹദായിഖ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അറബിയിലെ ഈ ബഹുവചനങ്ങൾ പലപ്പോഴും ഒരു ക്രമം ഉണ്ടാവില്ല. ഇറഗുലർ പ്ലൂറൽസ് എന്ന് പറയില്ലേ? ശരിയാണ്. അപ്പോ ഇങ്ങനെ തുടക്കത്തിലെ പട്ടികയായിട്ട് കാണുന്നത് ആ വ്യത്യാസം മനസ്സിലാക്കാനും പദസമ്പത്ത് കൂട്ടാനും ശരിക്കും സഹായിക്കും. അപ്പൊ ആദ്യം വിവരണം വായിച്ചു, വാക്കുകൾ പരിചയപ്പെട്ടു, അതിന്റെ ഏകവചനവും ബഹുവചനവും കണ്ടു. ഇനി അത് എത്രത്തോളം മനസ്സിലായെന്ന് നോക്കണ്ടേ? അതെ. അതിനാണ് അടുത്ത ഭാഗം. സോഴ്സ് 3-ല് ആ ആദ്യത്തെ വിവരണത്തിലെ ആശയങ്ങൾ വെച്ചിട്ട് വാക്യങ്ങൾ പൂരിപ്പിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഓ ശരി. ഉദാഹരണത്തിന് ഡാഷ് നഹ്റുൻ ഫി വസത്തിൽ ഖരിയ. ഗ്രാമത്തിന്റെ നടുവിലൂടെ നദി എന്ന്. അവിടെ യജ്രി, അതായത് ഒഴുകുന്നു എന്ന ക്രിയ ചേർക്കണം. യജ്രി. ശരി. അതുപോലെ ഡാഷ് അൽ ഹയവാനാത്തു വത്തുയൂറു മിനൻ നഹർ. മൃഗങ്ങളും പക്ഷികളും നദിയിൽ നിന്ന് എന്നുള്ളിടത്ത് തഷ്റബു കുടിക്കുന്നു എന്ന് ചേർക്കണം. തഷ്റബു. ഓക്കെ. അപ്പോ ഇത് വായിച്ചത് മനസ്സിലാക്കിയോ എന്നും ആ ക്രിയകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുന്നുണ്ടോ എന്നും അറിയാൻ പറ്റും. അതെ. വെറുതെ കാണാതെ പഠിക്കുകയല്ല, അർത്ഥം മനസ്സിലാക്കി ഉപയോഗിക്കാനാണ് ഊന്നൽ. ശരിയാണ്. അത് ഭാഷ പഠിക്കുമ്പോൾ വളരെ പ്രധാനമാണല്ലോ, കോണ്ടെക്സ്റ്റ് വെച്ച് പഠിക്കുന്നത്. ഇനി അടുത്തത് കുറച്ചുകൂടി വ്യാകരണത്തിലേക്ക് കടക്കുകയാണ്. സോഴ്സ് 4-5 നോക്കിയാൽ ചൂണ്ടിക്കാട്ടുന്ന സർവനാമങ്ങൾ, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. ഹാസ ഹാദിഹി. അതെ. ഇത് എന്ന് പറയാൻ പുല്ലിംഗത്തിന് ഹാദ, സ്ത്രീലിംഗത്തിന് ഹാദിഹി. ഉദാഹരണത്തിന് നഹ്റു നദി, അത് പുല്ലിംഗമാണ്. അപ്പോ ഹാസ നഹ്റുൻ ജമീലുൻ, ഇതൊരു മനോഹരമായ നദിയാണ്. ശരി. പക്ഷേ ബിർക്കത്തുൻ കുളം, അത് സ്ത്രീലിംഗമാണ്. അപ്പോ ഹാദിഹി ബിർക്കത്തുൻ നദീഫത്തുൻ, ഇതൊരു ശുദ്ധമായ കുളമാണ്. അപ്പോ ഈ നാമവിശേഷണവും മാറുന്നുണ്ട്. ജമീലുൻ എന്നത് നദീഫത്തുൻ എന്നായി. ഈ ലിംഗഭേദം, അതായത് ജെൻഡർ എഗ്രിമെന്റ്, അത് അറബിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വാക്കുകൾക്ക് മാത്രമല്ല, ക്രിയകൾക്കും നാമവിശേഷണങ്ങൾക്കുമൊക്കെ ഇത് ബാധകമാണ്. അപ്പോ 4ാം ക്ലാസ്സിൽ തന്നെ ഇത് പഠിപ്പിക്കുന്നത് കുറച്ചു കടുപ്പമാവില്ലേ? അതൊരു നല്ല ചോദ്യമാണ്. പക്ഷെ ഭാഷയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണിത്. അതുകൊണ്ട് വളരെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ ഈ ഹാദ ഹാദിഹി പോലെ ഇത് നേരത്തെ പരിചയപ്പെടുത്തുന്നത് നല്ലതാണ്. നിയമം പറഞ്ഞു പഠിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെ ഉദാഹരണത്തിലൂടെ ആവുമ്പോൾ കുട്ടികൾക്കത് പതിയെ സ്വായത്തമാക്കാൻ പറ്റും. ശരിയാണ്. ഒരു അടിത്തറയിടുകയാണല്ലേ? അതെ. ഭാവിയിൽ കൂടുതൽ സങ്കീർണമായ കാര്യങ്ങൾ പഠിക്കാൻ ഇത് സഹായിക്കും. ഓക്കേ. അപ്പോ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട്
സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കാനും അവസരം കൊടുക്കുന്നുണ്ട്. അതാണ് സോസ് 6-7. ഒരു പൂന്തോട്ടത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കാനല്ലേ? അതെ. ഹാദിഹി ഹദീഖത്തുൻ ജമീല ഫിൽ ഹദീഖത്തി. ഇതൊരു മനോഹരമായ പൂന്തോട്ടമാണ് പൂന്തോട്ടത്തിൽ എന്ന് തുടങ്ങിയിട്ടുണ്ട്. ബാക്കി കുട്ടികൾ പൂരിപ്പിക്കണം, നേരത്തെ പഠിച്ച വാക്കുകളും അഹാദിഹി പോലുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ട്. അപ്പോ നോക്കൂ, ഇതൊരു എന്താ പറയാ, ക്രമാനുഗതമായ ഒരു പഠനരീതിയാണ്. ആദ്യം വായന, പിന്നെ അതിലെ വാക്കുകൾ, പദങ്ങളുടെ ഘടന, അതായത് ഏകവചനം ബഹുവചനം, പിന്നെ ക്രിയകളുടെ ഉപയോഗം, വ്യാകരണ നിയമങ്ങൾ, ഈ ലിംഗഭേദം പോലുള്ളവ. അവസാനം ഇതെല്ലാം ഉപയോഗിച്ച് സ്വന്തമായി എഴുതാനുള്ളൊരവസരം. ശരിയാണ്. ഓരോ ഘട്ടവും അടുത്തതിലേക്കുള്ളൊരു പടിയായിട്ടാണ് വരുന്നത്. അതെ, സ്കാഫോൾഡിംഗ് എന്ന് പറയാം. ഇത് കുട്ടികളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. ഭാഷയെ പേടിക്കേണ്ട ഒന്നല്ല, കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ന് തോന്നൽ വരും. അപ്പോ നമ്മൾ ഈ കണ്ട പാഠഭാഗങ്ങളിലൂടെ ഒരു ഗ്രാമത്തെക്കുറിച്ചറിയാൻ പറ്റി. അതോടൊപ്പം അറബിയിലെ പുതിയ വാക്കുകൾ, ഏകവചനം ബഹുവചനം, ക്രിയകൾ, പിന്നെ ഈ ഇത് എന്ന് സൂചിപ്പിക്കാനുള്ള ഹദ ഹദിഹി, അതോടൊപ്പം നാമവിശേഷണങ്ങൾ എങ്ങനെ ലിംഗഭേദമനുസരിച്ചു മാറുന്നു എന്നൊക്കെ ഒരു ഏകദേശ ധാരണ കിട്ടി. നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ. ഈ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഗ്രാമം പോലൊരു വിഷയം തിരഞ്ഞെടുക്കുന്നതും ഭാഷയെ ഇങ്ങനെ വാക്കുകൾ, വ്യാകരണം, എഴുത്ത് എന്നിങ്ങനെ ഘടകങ്ങളായി തിരിച്ചു പഠിപ്പിക്കുന്നതും അത് കുട്ടികൾക്ക് ഭാഷാപഠനം എത്രത്തോളം എളുപ്പമാക്കുന്നുണ്ടാവാം? ശരിയാണ്, അതൊരു നല്ല പോയിന്റാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഘട്ടം ഘട്ടമായി പഠിക്കുന്നത് അത് ഭാഷയിൽ ശക്തമായൊരു അടിത്തറ നൽകാൻ എത്രത്തോളം സഹായിക്കുന്നുണ്ടാവും? ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.